ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നൊരു ഉച്ചവിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. ഉച്ച മുതലുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും മോളും മാത്രമേ ഉള്ളൂ ഇന്ന്. മോന് സ്കൂളിൽ പോയിരിക്കുക. അവിടെ ഇന്ന് ഇവർക്ക് സ്കൂളില്ല. തിങ്കളാഴ്ച മുതൽ ഇനിയിപ്പോൾ വ്യാഴാഴ്ച സ്കൂളുള്ളൂ. തിങ്കൾ ചൊവ്വ ബുധൻ ലീവാ. വളാഞ്ചേരി ഹൈസ്കൂളിൽ കലോത്സവം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മോൻ കലോത്സവം കാണാൻ വേണ്ടി പോയി. മോള് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് തട്ടിയും മുട്ടയിട്ട് ഉച്ചയ്ക്കത്തുള്ള ലഞ്ചും കാര്യങ്ങളും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചായ കുടിയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഉച്ച മുതലുള്ള വീഡിയോ വിശേഷം നമുക്ക് കാണാം. ഓക്കെ, ബാ. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. മീൻ കിട്ടിയിട്ടുണ്ട്. അയിലപ്പാര ആ മീനാണ്. മീൻ നാളികേര അരച്ച് കറി വയ്ക്കാം. മീൻ ഫ്രൈയും ഉണ്ടാക്കാം. പിന്നെ കേബേജ് തോരനും. ഇത്രയും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ബാ. മീൻ ഇന്നലെ കൊണ്ടുവന്നുകൊണ്ടേ ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ മീൻ വെട്ടി വൃത്തിയാക്കി വെച്ചു കേട്ടോ. കുളി കഴിഞ്ഞിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് പിന്നെ ആ പണിയില്ല. നമുക്ക് വേഗം കറിയും കാര്യങ്ങളൊക്കെ വെച്ചാണ്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങണം. പിന്നെ പുറത്തൊന്ന് പോകാനുണ്ട്. അതിനൊക്കെ ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇനി നമുക്ക് മീനിലേക്ക് മസാല റെഡിയാക്കി വെക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, പാകത്തിന് മുളക് പൊടി, പിന്നെ ഉപ്പ്. ഈ കൈ കണക്കായതുകൊണ്ട് സ്പൂണിൽ ഇടുമ്പോൾ ചിലപ്പോൾ അബദ്ധം പറ്റും. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പെരുംജീരകം ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചത്. ലേശം സുർക്ക. എന്നിട്ട് ഇതിൻ്റെ അരികിൽ മുള്ളുണ്ട്. സ്പൂണ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മീനൊക്കെ മസാല തേച്ചു അതിനെ റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മൾ കറിയൊക്കെ ആകുമ്പോഴേക്കും ഇതിനകത്ത് നല്ല ഉപ്പും മുളകൊക്കെ നല്ലോണം പിടിച്ചോളും. അപ്പം അത് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഞാനതൊക്കെ കഴുകി എടുത്ത് വെച്ച് അവിടെ ഒന്ന് തുടച്ച് ക്ലീനാക്കി വെച്ചു കേട്ടോ. അപ്പാടെ ഞാൻ പിന്നെ അവിടെയുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തു. എന്നിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരമുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അരമുറി നാളികേരത്തിലേക്ക് നമുക്കൊരു ലേശം കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകം, ചെറിയുള്ളി എല്ലാം കൂടെ ഒന്ന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അരച്ച് വെക്കണം കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മൾ മീൻകറിയിൽ കുറച്ച് കടുക് ഏറിപ്പോരുത്. ഏറിപ്പോയാൽ ടേസ്റ്റ് മാറും. ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ഇടാം. ഉലുവ പൊട്ടി വരുമ്പോൾ ചെറുള്ളി, അത് മൂത്ത് വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വാടി വരുമ്പോൾ തക്കാളി ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. തക്കാളി ഒന്ന് വെന്തുടയണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. അരപ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി അതൊന്ന് മൂത്ത് റെഡി ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുക. പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഗ്രേവി റെഡിയാക്കി എടുക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഗ്രേവി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാനവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് കഴുകി എടുത്ത് വെച്ചു. ഇനി മീൻ വറക്കാനുണ്ട് കേട്ടോ. കറി ഇതാ തിളച്ചുകൊണ്ടിരിക്കണു. നമ്മൾ മീനിട്ട് കൊടുത്തിട്ടില്ല. അപ്പം അതാവുമ്പോഴേക്കും ഞാൻ മീൻ വറക്കും. കുത്തിയരിവില്ല അതേപോലെ. അപ്പം ഞാൻ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് വെക്കട്ടെ കേട്ടോ. അവൾക്ക് ഒന്നാമത് സംസാരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവൾക്ക് കുഴപ്പമില്ല. പുറത്തൊരാളോട് സംസാരിക്കുമ്പോൾ കുറച്ച് അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. അവളുടെ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ അവൾ നല്ലോണം സംസാരിക്കുള്ളൂ. ഞാൻ അങ്ങനെയല്ല. എനിക്കങ്ങനെ സംസാരിക്കാൻ ഒരാൾ ആദ്യമായിട്ട് കാണുന്നവരോട് സംസാരിക്കുന്ന ആ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ വീഡിയോ ഓണാക്കിയാൽ ഇവിടെ വല്ല അവാർഡ് പടം പോലെയാണ്. മിണ്ടില്ല. അത് ഓഫാക്കി കഴിഞ്ഞാൽ ഇവിടെ 10 നാവും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പം അതുപോലെയാണ്. അത് കുറച്ച് കഴിയുമ്പോഴേക്കും ശരിയാവും. എനിക്ക് പിന്നെ ആ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് പ്രശ്നം ഉണ്ട് കേട്ടോ. പേടി അങ്ങനെ ഒരാളോട് സംസാരിക്കാൻ ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ ഒരു പരിചയപ്പെടോ സംസാരത്തിന് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ആൾക്കുണ്ട്. എന്നിട്ട് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിലൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ വേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ മീൻ പെറുക്കി ഇട്ട് കൊടുത്തു. അതിനി ആയി ഒന്ന് വരണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേബേജ് ഉപ്പേരി ഉണ്ടാക്കാനേ ഉള്ളൂ.
ആ സമയം കൊണ്ട് കറി തിളച്ചു കിട്ടും. അപ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചു. പിന്നെ കേബേജ് നുറുകൽ കഴിഞ്ഞിട്ടില്ല. അതിലേക്ക് ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കുത്താൻ വേണ്ടിയിട്ട് പച്ചമുളകും ചെറുള്ളിയും വെളുത്തുള്ളിയും കുറച്ചെടുത്തിട്ട് അതൊന്ന് ചതച്ചിട്ടാണ് നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ റെഡിയാക്കി. അപ്പോഴേക്കും മീൻ റെഡി ആയിട്ടുണ്ടായിരുന്നു, മീൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. ഉപ്പേരിക്ക് നോക്കുമ്പോൾ വേപ്പിലല്ല. അതൊക്കെ പൊട്ടിച്ച് വന്നിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കേണ്ട പരിപാടിക്ക് നിന്നു. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ച് കടുകിട്ടു. അത് പൊട്ടി വന്നപ്പോൾ നമ്മുടെ ചെറുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചത് ഇട്ടത് മൂത്ത് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ കേബേജും കൂടെ തട്ടി കൊടുത്തിട്ട് ഉപ്പിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെച്ചു. ഉപ്പേരി റെഡി ആയിട്ടോ. അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ അവിടെയൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുത്തു. കുറച്ചുകൂടെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതും കഴുകി എടുത്ത് വെച്ചിട്ട് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.